ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ രാവിലെ ദോശയ്ക്ക് ഞാനൊരു ബീഫ് കൊണ്ടൊരു വരട്ടുണ്ടാക്കിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ്, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിക്കണത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കണേ. അതിനെ ബീഫൊക്കെ ഞാൻ മഞ്ഞൾപ്പിട്ടിട്ട് നല്ലോണം വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. ആദ്യം ഒരു പകുതി വേവൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പെരുന്നാൾക്ക് കിട്ടിയ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കവും ക്യാരറ്റും സവാള തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ജീരകം കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ, നല്ലൊരു ടേസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അത് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കട്ടോ. 2 ക്യാരറ്റ് 2 തക്കാളി 1 ക്യാപ്സിക്കം പിന്നെ വെളുത്തുള്ളി ഒരു 5-6 പോണം മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. വെളുത്തുള്ളി ഇഞ്ചി സവാള പിന്നെ മല്ലിച്ചപ്പ് വേപ്പിൻ്റെ ഇല അതൊക്കെയാണ് എനിക്ക് വേണ്ടത് കേട്ടോ. അതൊക്കെ നല്ലോണം ചെറുതായി അരിഞ്ഞിട്ടേ ബീഫ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. രാവിലെ ദോശയുടെ കൂടെയും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കട്ടോ. നിങ്ങൾക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനേനും പറ്റും. അധികം ബീഫ് നമ്മളെ വയറ്റിലാവില്ല. പച്ചക്കറിയും കൂടി ആകുമ്പോഴേ ക്യാപ്സിക്കൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയാൽ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
അങ്ങനെ ഗേസ് ഞാനേ ബീഫ് മഞ്ഞൾ ഉപ്പിട്ട് ആദ്യം വേവിച്ച് വെച്ചിരുന്നു. പകുതി വേഗയിക്കണം. അതൊരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ പാകത്തിനിട്ടിട്ടേ കുക്കറിൽ 3-4 വിസിലേറ്റ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാദ്യം വേവിച്ച എന്നിട്ട് നമുക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച മസാലക്കൂട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ഇതൊക്കെ കൂടെ ചതച്ചതുണ്ട്. ആ ചതവ് ആ ഗ്രേവി അതിൽ ഇട്ട് കൊടുക്കാം. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോഴാണ് അത് നമുക്ക് ആ ഗ്രേവി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ടാക്കിയത് അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത്. അധികം ഇട്ട് കൊടുക്കിയത് അതിൻ്റെ കുത്ത് വരുള്ളൂ. അങ്ങനെ അതൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴേ നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറി, സവാള ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അതൊക്കെ നല്ലോണം കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. സവാള, തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാതും കൂടെ ഇട്ടിട്ടേ നന്നായി ഒന്ന് വഴറ്റിങ്ങാണ്ട് അടച്ച് വെച്ചിങ്ങാണ്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിലേക്ക് വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പും ലാസ്റ്റ് ഇട്ട് കൊടുക്കണം, കുറച്ച് ഉപ്പും. അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരട്ടോ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ നല്ലോണം വെന്ത് വരും കേട്ടോ. അങ്ങനെ നമ്മളെ കുക്കറിലെ ബീഫൊക്കെ വിസിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു 3-4 വിസിൽ വരട്ടെ. ബീഫൊന്ന് നല്ലോണം വേകണം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഗ്രേവി ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നമ്മളെ ഈ പച്ചക്കറി കൂട്ടിക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതീയിലിട്ടൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ചെറിയൊരു അരവുണ്ടാവും ഇതിൽ. ഇത് ദോശയുടെ കൂടെ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാട്ടോ. ദോശയോ ചപ്പാത്തിയോ പത്തിരിയോ അതിനൊക്കെ പറ്റും കേട്ടോ. ചോറിൻ്റെ കൂടി വേണമെങ്കിൽ കഴിക്കട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടാണ്. അങ്ങനെ ഞങ്ങൾ അടിപൊളി ടേസ്റ്റ് പച്ചക്കറി ബീഫ് വരട്ട് അടിപൊളി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഫൈനലായിട്ട് നമുക്കേ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇവിടെ അധികം എരി പറ്റില്ല. ഞങ്ങൾ 1 ടീസ്പൂൺ വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടോളി. ഈ കുരുമുളകും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. നമുക്ക് അപ്പത്തിൻ്റെ ദോശയുടെ കൂടെ ഒന്ന് കഴിച്ചാലോ. ആ കറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചാലേ നല്ലൊരു ടേസ്റ്റാട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാട്ടോ അത് ഏറ്റവും നല്ല ഈ കറി. അധികം ബീഫും ഇല്ല, പച്ചക്കറിയാണ്. നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ചിക്കൻ കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കട്ടോ. പക്ഷേ ബീഫ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക. നമുക്ക് ദോശ കഴിച്ചാലോ.
ചായ ഇട്ടിട്ടില്ല, ചായ കൊണ്ടുവന്നു കേട്ടോ.